അർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചാലുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. ഒരു വർഷമോ ഒരു സമയത്തോ ഒരു മണിക്കൂറോ അല്ല, 300-ൽ പരം വർഷങ്ങളോളമാണ് അള്ളാഹു താല. എന്തിനാണ് അവർക്ക് ചൂടേറ്റ് അവർക്ക് പ്രശ്നമില്ലാണ്ടിരിക്കാൻ. അവരുടെ ഗുഹയുടെ മുഖത്ത് നിന്ന് സൂര്യനെ അള്ളാഹു താല മാറ്റുമെന്ന്. കാരണം ഈ ലോകത്തുള്ള സർവ്വതും അള്ളാഹുവിൻ്റേതാണെങ്കിൽ അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റൂലേ? സംശയമുണ്ടോ അതിൽ? നമ്മളെന്താ പറയുക, അത് ശാസ്ത്രീയമായിട്ട് തെറ്റാണല്ലോ, സൂര്യൻ അങ്ങനെ ഭ്രമണപഥത്തിൽ നിന്ന് തെറ്റിയാൽ പിന്നെ കൂട്ടിയിടിക്കൂലേ വേറെ പലതുമായിട്ട്. നമ്മൾ ശാസ്ത്രീയമായിട്ടാണല്ലോ ചിന്തിക്കുക. കാരണം നമുക്കൊരു 250 ഗ്രാം ബ്രെയിനാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ ചിന്തിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ച് ചിത്രം കാണുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തേത് സക്കരിയ അലൈഹിസ്സലാം. ഇദ് നാദാ റബ്ബഹു. ഈ കൂട്ടത്തിൽ കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടാവൂലേ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുണ്ടാവൂലേ? സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എങ്ങനെ? നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യ. വളരെ ഗോപ്യമായിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല. ശരിക്ക് ഇൻകിസാർ, അള്ളാഹുവിൻ്റെ മുന്നിലുള്ള ആ വിനയം, ആ തകർന്ന് നിൽപ്പ് ഈ വാക്കിലുണ്ട്. ഖാല റബ്ബി ഇന്നി വഹനൽ അഉം. റബ്ബേ, എൻ്റെ എല്ലിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു റബ്ബേ. വഷ്തഅല റഅസു ശൈബ. എൻ്റെ തല നിര ബാധിച്ചിരിക്കുന്നു റബ്ബേ. വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. ഒരു കാലത്തും ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് നിരാശ പൂണ്ടിട്ടില്ല റബ്ബേ. എനിക്ക് നിരാശയേ ഇല്ല നിന്നോട് പ്രാർത്ഥിച്ചിട്ട്, നിരാശയില്ലാന്ന്. വ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി. എനിക്ക് പുറമേ എനിക്ക് ശേഷം വരുന്ന എൻ്റെ അനന്തരാവകാശികളുടെ വിഷയത്തിൽ എനിക്ക് പേടിയാണ് റബ്ബേ. വ കാനത് ഇംറഅതി ആകിറ. എൻ്റെ ഭാര്യ മച്ചിയാണ് റബ്ബേ. എൻ്റെ ഭാര്യ പ്രസവിക്കൂല റബ്ബേ. ഭ്രൂണം വരുന്നില്ല റബ്ബേ. അണ്ടം വരുന്നില്ല റബ്ബേ. അണ്ടം വരുന്നില്ല. സിസ്റ്റാണ്, പോളിസിസ്റ്റാണ്, ഏത് സിസ്റ്റായാലും അണ്ടം വരുന്നില്ല റബ്ബേ. എന്നിട്ട് ചോദിക്കണേ എന്താ? ഫഹബിലി മിൻ ലദുൻക വലിയ. എനിക്കൊരു കുഞ്ഞിനെ തരണേ. 20 വയസ്സായിരുന്നു സക്കരിയ അലൈഹി സ്വലാമിയുടെ ഭാര്യക്കെങ്കിൽ പോലും പ്രസവിക്കൂല. എന്തേ? അണ്ടം വരുന്നില്ല. എന്നിട്ട് പ്രായമായി, മുടി നരച്ച്, എല്ലുകൾക്ക് ബലക്ഷയം വന്നപ്പോൾ പ്രാർത്ഥിക്കുക, എനിക്കൊരു കുഞ്ഞിനെ തരണേന്ന്. അസംഭവ്യം. ഒരു കാരണവശാലും ചോദിക്കാൻ പാടില്ല, പൊട്ടത്തരം എന്നൊക്കെ നമ്മളുടെ ബുദ്ധിയിൽ തോന്നുന്നു. ഫഹബിലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റദിയ. യാക്കൂബ് കുടുംബത്തെയും എന്നെയും അനന്തരമായി എടുക്കുന്ന നീ തൃപ്തിപ്പെട്ട ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണമേ. സൂറത്ത് മറിയമിൽ അല്ലാഹു തആല പറയാണ്. ഇത് സക്കരിയ അലൈഹി സ്വലാം അങ്ങനെ പ്രാർത്ഥിക്കാനൊരു കാരണമുണ്ട്. അത് സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. എന്താ അറിയോ? മറിയം അലൈഹിസ്സലാം, അലൈഹിസ്സലാം വിശദീകരിക്കാൻ സമയമില്ല. മറിയം അലൈഹിസ്സലാം പള്ളിയിലേക്ക് നേർച്ച നേർന്നതാണ്. ആര്? മറിയം അലൈഹിസ്സലാമയുടെ ഉമ്മ, അല്ലെങ്കിൽ ഇമ്രാൻ്റെ ഭാര്യയായ മറിയം അലൈഹിസ്സലാമയുടെ ഉമ്മ നേർച്ച നേർന്നതാണ്. എൻ്റെ ഗർഭത്തിലുള്ള കുഞ്ഞ് റബ്ബേ നിനക്കാണ്, നിൻ്റെ പള്ളിയിലേക്കുള്ളതാണ്. പ്രസവിച്ചപ്പോഴാണ് അത് ആൺകുട്ടിയല്ല പെൺകുട്ടിയാണെന്ന് മനസ്സിലായത്. എന്നാലും റബ്ബേ നിനക്കറിയാലോ, ഞാൻ ഗർഭമായപ്പോൾ തന്നെ അറിയാലോ എന്ത് ഇതിലാണാണോ പെണ്ണാണോ നിനക്കറിയാലോ റബ്ബേ, ഇതാ നിനക്ക് തന്നിരിക്കുന്നു. ആ കുട്ടിയെ അവിടെ ഏൽപ്പിച്ചു. സക്കരിയ അലൈഹിസ്സലാമിനെ ഭരണ ചുമതല, ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങൾ നൽകാനൊക്കെ ഏൽപ്പിച്ചു. എന്നിട്ട് കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. കുല്ലമാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ചെയ്യുമ്പോഴൊക്കെ. ആര്? കുല്ലമാ ദഖല അലൈഹാ സക്കരിയ. സക്കരിയ അലൈഹിസ്സലാം കയറുമ്പോഴൊക്കെ, ചെല്ലുമ്പോഴൊക്കെ. എവിടെയൊക്കെ? അലൈഹ ദഖല അലൈഹ അൽ മിഹ്റാബ്. മെഹ്റാബിലേക്ക് സക്കരിയ അലൈഹിസ്സലാം വരുമ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ക. മറിയം അലൈഹിസ്സലാമയുടെ അടുക്കൽ റിസ്ക് കാണാമായിരുന്നു. സക്കരിയ നബിയാണ് കൊണ്ടു കൊടുക്കേണ്ടത്, ഭക്ഷണം കൊണ്ടു കൊടുക്കേണ്ടത്, ഫ്രൂട്ട്സ് കൊണ്ടു കൊടുക്കേണ്ടത്, തിന്നാനുള്ള സംഗതികൾ കൊണ്ടു കൊടുക്കേണ്ട ആൾ സക്കരിയ നബിയാണ്. ആ സക്കരിയ നബി ചെല്ലുമ്പോൾ അവിടെ റിസ്ക് കാണുകയാണ്. മുഫസ്സിറുകൾ പറയുന്നു, തണുപ്പ് കാലത്ത് മാത്രം കിട്ടുന്ന ഫ്രൂട്ട്സുകൾ ചൂടുകാലത്ത് മറിയം അലൈഹിസ്സലാമയുടെ കയ്യിൽ മുന്നിൽ, ചൂടുകാലത്ത് കിട്ടുന്ന ഈത്തപ്പഴങ്ങൾ പോലുള്ള മറ്റേതൊക്കെ തണുപ്പ് കാലത്ത് മറിയം അലൈഹിസ്സലാമയുടെ മുന്നിൽ. ഇത് കണ്ടപ്പോൾ സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, അന്നാലക്കി ഹാദാ, ഇതെവിടെ നിന്നാണ് മറിയം?
ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഞാൻ ആരെ ഏർപ്പാടാക്കിയിട്ടില്ലല്ലോ. എവിടെ നിന്നാണ്? ഖാലത്ത് ഹുവ മിൻ ഇന്ദില്ലാ. ഇതെവിടെന്നാ? ഇത് അള്ളാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഒരു കണക്കുമില്ലാതെ അള്ളാഹു തആല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് നൽകും. അവിടെ ഹുനാലിക്, അവിടെ വെച്ചിട്ട് ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ചിട്ടാണ് സക്കരിയ അലൈഹിസ്സലാം അള്ളാഹിനെ വിളിക്കുന്നത്. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. ഒരു നല്ല ഒരു കുഞ്ഞിനെ എനിക്ക് നൽകണമേ റബ്ബേ. എൻ്റെ ഭാര്യ മച്ചിയാണെങ്കിലും എൻ്റെ എല്ലിന് ബലക്ഷയം ബാധിച്ചാലും റബ്ബേ ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനല്ലേ. ഫ നാദത്ഹുൽ മലായിക. ഫ അപ്പോൾ മെഹ്റാബിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആര് വന്നു? മലക്കുകൾ വന്നു. മലക്കുകൾ വന്നിട്ട് പറയാണ്, സക്കരിയ, അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു, നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന്. നമ്മളൊക്കെ കുഞ്ഞിന് വേണ്ടി, കുഞ്ഞുണ്ടായാൽ ആ ഒരു പേര് കിട്ടാൻ ഈ ലോകത്ത് ആരുടാത്തൊരു പേര് അന്വേഷിച്ചടക്കും. അള്ളാഹു തആല ഒരു ലോകത്തൊരു മനുഷ്യനും ഇടാത്ത പേരടക്കം ഫിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ലൻ നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, ഇതുവരെ ഒരാൾക്കും പേരിട്ടില്ല. ആ യഹ്യ എന്ന പേരുമായി കൊണ്ട്, അതായത് സക്കരിയ അലൈഹിസ്സലാമയുടെ ഭാര്യ ഗർഭിണിയാകുന്നതിന് മുന്നേ ആൺകുട്ടിയാണ് ജനിക്കുന്നതെന്ന് പറയാം, ആ കുഞ്ഞ് നബിയാണ് എന്ന് പറയാം, ആ കുട്ടിയുടെ പേര് യഹ്യ ആണെന്ന് പറയാം. അങ്ങനെ എന്താ കാരണം? സക്കരിയ അലൈഹിസ്സലാം കാണിച്ച ഡോക്ടറുടെ പേര് പറ. ഏത് ഡോക്ടറെ അടുത്ത് പോയിട്ടാണ്, ഏത് സ്ഥലത്ത് പോയിട്ടാണ് ചെയ്തത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി. എന്തിനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും ഒരു പ്രയാസമില്ല. ഒരു രോഗവും മാറാരോഗമല്ല, ഒരു ദാരിദ്ര്യവും ദാരിദ്ര്യമല്ല, ഒന്നും നമ്മുടെ മുന്നിൽ ഇല്ല. ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമല്ല. അള്ളാഹുവിനോട് ഹൃദയം അറിഞ്ഞുകൊണ്ട്, ഹൃദയം പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. വല്ലാഹി അള്ളാഹു തആല അതിന് ഉത്തരം നൽകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇന്ന് രാത്രി നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇന്ന് രാത്രി രോഗം മാറും. രോഗമാണ് ഭേദമാകേണ്ടതെങ്കിൽ ആ രോഗം ഭേദമാകും. ഈ രൂപത്തിലാണ് എങ്കിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് 100% വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വരും. അങ്ങനെയാണ് നബിമാരുടെ. സക്കരിയ നബിക്ക് യഹ്യ എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നബി പറഞ്ഞത്, ആണോ? അല്ലല്ലോ. അടുത്തത് അയ്യൂബ് നബി. ഞാൻ മാറാരോഗം എന്ന് പറഞ്ഞ സാധനം ലോകത്തില്ല എന്ന് പറയാനുള്ള തെളിവ് ഇതാണ്. മാറാരോഗം ലോകത്തില്ല. എന്തേ കാരണം? മാറാരോഗം ഉണ്ടായിരുന്നെങ്കിൽ അയ്യൂബ് നബി ഇനി സുഖം പ്രാപിക്കാൻ പാടില്ലായിരുന്നു. വ അയ്യൂബ് ഇദ് നാദാ റബ്ബ, ഒക്കെ വിളിച്ചത് ആരെയാണ്? റബ്ബിനെ. അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ വിളിക്കുകയാണ്. എന്ത്? അന്നീ മസ്സനിയൽ ദുർ, റബ്ബേ എനിക്ക് ആപത്ത് ബാധിച്ചിരിക്കുന്നു. എന്താണ് ആപത്ത്? മുഫസ്സിറുകൾ പറയുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാം 14 മക്കളുണ്ടായിരുന്നു. ഒരുപാട് ഒട്ടകങ്ങൾ, ഒരുപാട് കുതിരകൾ, ഒരുപാട് കഴുതകൾ, ഒരുപാട് കൃഷിസ്ഥലങ്ങൾ, ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുഞ്ഞ് മരിച്ചാലുള്ള അവസ്ഥ. ഒരു കുഞ്ഞ് മരിച്ചാൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആ കുഞ്ഞ് ധരിച്ചിരുന്ന വസ്ത്രം, ആ കുഞ്ഞ് കിടന്നിരുന്ന കിടക്ക, അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവർ നടന്നിരുന്ന വഴികളൊക്കെ കാണുമ്പോൾ, അവരുപയോഗിച്ചിരുന്ന കളിപ്പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഹൃദയം തകരൂലേ? 14 പ്രാവശ്യം ഹൃദയം തകർത്തിട്ടുണ്ടാവില്ല അയ്യൂബ് നബിയുടെ. അങ്ങനെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം തകർന്നു പോയി. അവസാനം മാറാരോഗം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു രോഗവും. എന്താ മുഫസ്സിറുകൾ പറഞ്ഞത്? കയ്യിൽ നിന്ന് ഇറച്ചി നിലത്തേക്ക് വീഴുകയാണ്. കയ്യിൽ നിന്നൊക്കെ ഇറച്ചി ദ്രവിച്ചിട്ട് നിലത്തേക്ക് വീഴുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ അവസാനത്തെ ക്ലാസ്സിൽ സമയമുണ്ടെങ്കിൽ പറയും ക്ഷമയെക്കുറിച്ച്. സമയമുണ്ടെങ്കിൽ ക്ഷമയെക്കുറിച്ച് പറയേണ്ടതാണ് ഇൻഷാ അല്ലാഹ്, സമയമുണ്ടെങ്കിൽ. പിന്നെ അവസാനത്തെ ക്ലാസ്സിൽ ഇദ്ദേഹം പറയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാം പറയാണ്, അന്നീ മസ്സനിയദ് ദുർ, റബ്ബേ എനിക്ക് ആപത്ത് ബാധിച്ചിരിക്കുന്നു. വ അൻത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്നവനാണ് റബ്ബേ നീ. ഫ
ഫസ്തജബ്നാ ലഹു അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദ്രവം? അത് നാം മാറ്റിക്കളഞ്ഞു. മാറാരോഗമായിരുന്നില്ലേ? മാറിയോ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മാറാത്ത ഒന്നുമില്ല. അതിനാൽ ഒരു മനുഷ്യനും സങ്കടപ്പെടരുത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ നിരാശ പൂണ്ടവരാകരുത്. അള്ളാഹു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പരിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ് നിങ്ങളൊന്ന് എണ്ണി നോക്ക്. എത്ര തവണ വന്നിട്ടുണ്ട് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ രോഗം മാറ്റാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും വ ഇന്നഹു അലാ ദാലിക യസീർ അലല്ലാഹി യസീർ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് അത് മാറ്റാൻ. എന്നിട്ട് വ ആതൈനാഹു അഹ്ലഹു അദ്ദേഹത്തിന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരുന്നത്? കുടുംബം, സമ്പത്തൊക്കെ ഇല്ലേ, അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. വ മിസ്ലഹും മഅഹും ഡബിൾ ആയിക്കൊണ്ട്. 14 കുട്ടികളായിരുന്നെങ്കിൽ 28 കുട്ടികൾ, 100 ഒട്ടകങ്ങളായിരുന്നെങ്കിൽ 200 ഒട്ടകങ്ങൾ, 1000 കുതിരകളായിരുന്നെങ്കിൽ 2000 കുതിരകൾ. വ മിസ്ലഹും മഅഹും ഡബിൾ ആയിക്കൊണ്ട് തിരിച്ചു കൊടുത്തു. റഹ്മതം മിൻ ഇൻദിനാ എൻ്റെ കാരുണ്യമായിക്കൊണ്ട്. അടുത്തെന്താ? വ ദിക്റാ ലിൽ ആബിദീൻ നമ്മളൊക്കെ ആബിദീങ്ങളാണോ? അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണോ? വ ദിക്റാ എന്താ ദിക്റ്? ഉത്ബോധനം. നമുക്കുള്ള ഉത്ബോധനാണ് ഈ സക്കരിയ, ഈ അയ്യൂബ് നബിയുടെ ഈ കഥ. യൂനുസ് അലൈഹിസ്സലാം സമയമായി. വദന്നൂനി ഇദ് ദഹബ മുഗാദിബ ദേഷ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം യൂനുസ് അലൈഹിസ്സലാം കുറേ നാൾ പ്രബോധനം ചെയ്തിട്ട് ആരും വരുന്നില്ല, കേൾക്കുന്നില്ല. ആ സമയത്ത് അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. ഫദൻ അദ്ദേഹം ധരിച്ചു, യൂനുസ് അലൈഹിസ്സലാം കരുതി, അല്ലൻ ഖദിറ അലൈഹി ഞാൻ പിടികൂടില്ല എന്ന്, ഇതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കൂല എന്ന് കരുതി. ഇങ്ങനെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കില്ല എന്ന് കരുതി. എന്ത് സംഭവിച്ചു? പറയണ്ടല്ലോ കഥ. മത്സ്യത്തിൻ്റെ ഇടയിൽ, മത്സ്യത്തിൻ്റെ വയറിലേക്ക് അദ്ദേഹം പോയി. കാരണം അദ്ദേഹത്തെ പിടിച്ച് കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇട്ടപ്പോൾ ഒരു വലിയ മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങി. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് അദ്ദേഹം പറയും ഫനാദാ ഫിദ്ദുലുമാത്, ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വിളിക്കുകയാണ്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. അപ്പോൾ ഉത്തരം നൽകി. സൂറത്ത് അംബിയായിലുള്ളതാണ്. വനജ്ജൈനാഹു മിനൽ ഗം അദ്ദേഹം അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ മുഅ്മിനുകളെ ഞാൻ അങ്ങനെയാണ് രക്ഷപ്പെടുത്തുക. മുഅ്മിനുകളെ അങ്ങനെയാണ് രക്ഷപ്പെടുത്തുക. മനസ്സിലായോ? യൂനുസ് അലൈഹി ഇസ്ലാമിയെ കുറിച്ച് വേറൊരു സൂറത്തിൽ അല്ലാഹു തആല പറയാണ്, ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം അദ്ദേഹത്തെ ആക്ഷേപാർഹനായിക്കൊണ്ട് അദ്ദേഹത്തെ മീൻ വിഴുങ്ങി. ഫലൗല ഇനി നിങ്ങൾ ചിന്തിക്കണം, ഫലൗല അദ്ദേഹം ആയിരുന്നു എന്ന് കരുതുക, അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു എന്ന് കരുതുക. ആര്? യൂനുസ് അലൈഹിസ്സലാം. അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലാത്ത, അള്ളാഹുവിന് തസ്ബീഹ്. ഇതാണ് യൂനുസ് അലൈഹിസ്സലാമയുടെ ATM കാർഡിലെ ബാലൻസ്. യൂനുസ് അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള കാരണം അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ആണ്. അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നവരിൽ പെട്ടവനായിരുന്നു എന്നാണ്. എല്ലായിരുന്നു എന്ന് കരുതുക. ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നവരിൽ പെട്ടവനല്ലായിരുന്നുവെങ്കിൽ ലലബിസ അദ്ദേഹം കിടക്കുമായിരുന്നു. ഫീ ബത്നിഹി ആ മീനിൻ്റെ വയറിനകത്ത് എത്ര നാൾ?
ഇലാ യൗമി യുബഅസൂൻ, ഇന്നും കിടക്കുന്നുണ്ടാവും. ഉയിർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ അദ്ദേഹം മീനിൻ്റെ വയറ്റിൽ കിടന്നേനെ. എന്തേ കാരണം? രക്ഷപ്പെടാൻ കാരണം അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ചെല്ലുന്നവരിൽപ്പെട്ടവനായിരുന്നു. അതായത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ആളായിരുന്നു. ഈ രക്ഷപ്പെടണോ, ഏതെങ്കിലും കെർബിൽ നിന്ന്, മാറാ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണോ, തിരിച്ചു പോവുക എവിടേക്ക്? അള്ളാഹുവിലേക്ക്. അതാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ വിഷയം. എൻ്റെ റബ്ബിലേക്ക് എനിക്ക് മടങ്ങണം എന്നുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇതൊന്നും ലോകത്ത് സംഭവിക്കാത്ത സംഭവങ്ങളാണ് ഈ പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം നോക്കുകയാണെങ്കിൽ 100 വയസ്സായിട്ടുണ്ട്, കുട്ടികളില്ല. ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്ന്. വഖാല, അദ്ദേഹം പ്രബോധനം ചെയ്തിട്ട് ഇറങ്ങി വരികയാണ്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഉപ്പാനോടും ആ നാട്ടുകാരോടൊക്കെ പ്രബോധനം ചെയ്ത് അവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്, റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. എന്നിട്ട് പറയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണമേ. ഫ ബശർന, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകി. എവിടെയാണ് നമ്മൾ അർപ്പിക്കേണ്ടത് എന്ന് മനസ്സിലായോ? പരിശുദ്ധ ഖുർആൻ മുഴുവനും അള്ളാഹുവിലേക്ക് അർപ്പിക്കലാണ്. ബി ഗുലാമിൻ ഹലീം. ഈ ഇസ്ഹാഖ് നബിയുടെ സന്തോഷ വാർത്തയെക്കുറിച്ച്, ഇസ്ഹാഖ് നബി ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്തയെക്കുറിച്ച് അള്ളാഹു തആല പറയാണ്. ഖാലു, മലക്കുകൾ വന്നു, ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നു ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പശുക്കുട്ടിയെ അറുത്തു കൊണ്ടുകൊടുത്തു. അവർ തിന്നണില്ല. തിന്നാതായപ്പോൾ ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ ഭാര്യയ്ക്കും പേടിയായി. അപ്പോൾ ലാ തൗജൽ, അവർ പറഞ്ഞു, മലക്കുകൾ പറഞ്ഞു, പേടിക്കണ്ട, ഇന്നാ നുബശ്ശിറുക ബി ഗുലാമിൻ അലീം, ഒരു അറിവുള്ള ഒരു കുട്ടിയെ താങ്കൾക്ക് കിട്ടും, താങ്കൾക്ക് കുഞ്ഞായി ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് ഞങ്ങൾ. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിക്കുകയാണ്, അബശർത്തുമൂനി അലാ അൻ മസ്സനിയൽ കിബ്ർ, എനിക്ക് വാർദ്ധക്യം വന്നതിന് ശേഷമാണോ സന്തോഷ വാർത്ത അറിയിക്കുന്നത്? വാർദ്ധക്യം വന്നു, കുട്ടികൾ ഉണ്ടാവില്ല എന്നർത്ഥം. ഫബിമ തുബശ്ശിറൂൻ, എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നത്? കാരണം കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഖാലു, അവർ പറഞ്ഞു, ബശർനാക ബിൽ ഹഖ്, സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് പ്രായമായി നിങ്ങൾ വാർദ്ധക്യത്തിലെത്തി എന്നുള്ളത് അതിനൊരു കാരണമേ അല്ല. ഫലാ തകും മിനൽ ഖാനിതീൻ, നിരാശ പൂണ്ടവരിൽ താങ്കൾ പെട്ടുപോകരുത് എന്ന് പറഞ്ഞപ്പോൾ ഖാല വമൻ യഖ്നുത് മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ, ആരാണ് വഴിപിഴച്ചവരല്ലാതെ വേറെ ആരാണ് റബ്ബിൻ്റെ കാരുണ്യത്തെ നിരാശ പൂണ്ടവരായി പോവുക? ആരെങ്കിലും ICUവിൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണെങ്കിൽ നിരാശ പൂണ്ടവരായി പോകരുത്. വല്ലാഹി നിരാശ പൂണ്ടവരായി പോകരുത്. മൻ യഖ്നുതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ, ഈ ആയത്ത് ഓർമ്മ വേണം. ആർക്കാണ് നിരാശ? വഴിപിഴച്ചവർക്കല്ലാതെ. ആ സമയത്തും എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ രക്ഷപ്പെടും, എൻ്റെ ഇന്നാൾ രക്ഷപ്പെടും. അള്ളാഹു ഉണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പ്രാർത്ഥനയ്ക്ക് ശേഷവും സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിച്ചതിന് ശേഷം, ഇതൊക്കെയാണ് പ്രാർത്ഥനയുടെ മര്യാദകൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണ്? അള്ളാഹു പറയാണ്, ഫഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദആന, ഒരു മനുഷ്യന് എന്തെങ്കിലും ആപത്ത് ബാധിച്ചാൽ ദആന, അവൻ നമ്മോട് വിളിച്ച് പ്രാർത്ഥിക്കും. സുമ്മ ഇദാ ഖവ്വൽനാ, എന്തെങ്കിലും ആപത്ത് വന്നാൽ, എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിലേക്ക് പോകും. എന്നിട്ട് സുമ്മ ഇദാ ഖവ്വൽനാഹു, എന്നിട്ട് ഞാനത് മാറ്റിക്കളഞ്ഞാൽ, നിഅമതം മിന്ന, പകരം നിഅമത്ത് നൽകിയാൽ, ഖാല, അവൻ പറയും, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽം, എനിക്കത് കിട്ടിയത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയും. കുറേ ഇപ്പോൾ ഒരാൾ ഭയങ്കര രോഗമായി എന്ന് കരുതുക. രോഗമായിട്ട് എല്ലാ ഡോക്ടർമാരെടുത്തും പോയിട്ടും ചികിത്സയില്ല മകനെ, ഇതിന് പ്രശ്നമാണ്. നിങ്ങൾ അവസാനം ഡോക്ടർമാർ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടു. അട്ടപ്പാടിയിലൊരു വൈദ്യനുണ്ട്, ഇന്ന മരുന്ന് കലക്കി കുഴിച്ച് ഇതാക്കണ ഒരു അട്ടപ്പാടിയിലൊരു വൈദ്യനുണ്ട് എന്ന് കേട്ടു. ഈ മനുഷ്യൻ നെറ്റിൽ വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കി, അട്ടപ്പാടിനെ കുറിച്ച് നോക്കി, ആ ഡോക്ടറെ കുറിച്ച് നോക്കി, ആ ചികിത്സയെക്കുറിച്ച് നോക്കി, ഒക്കെ പഠിച്ചു. കൊള്ളാം എന്ന് കരുതി അട്ടപ്പാടിയിൽ പോയി അത് കഴിച്ചു. സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമതൻ മിന്ന, അവനാ ഇതിൽ നിന്ന് മാറ്റി നിഅമത്ത് കൊടുത്തു, രോഗം മാറി. അപ്പോൾ അവൻ പറയും, ഇന്നമാ ഊതീതുഹു അലാ ഇൽം, ഞാൻ അന്ന് അത് ചെക്ക് ചെയ്തിട്ട് ഞാൻ പഠിച്ചു, ഞാൻ എത്ര നേരമാണ് അത് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്നറിയോ, അങ്ങനെയാണ് ഞാൻ അട്ടപ്പാടിയിലേക്ക് പോയത്, ആ വൈദ്യനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് എന്ന് പറയും. ബൽ, ഒരിക്കലുമില്ല, ഹിയ ഫിത്ന,
അത് ഫിത്നയാണെന്ന് തിരിച്ചറിയണം. ഹിയ ഫിത്ന വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ. പക്ഷെ ഭൂരിപക്ഷ ആളുകളും തിരിച്ചറിയില്ലത്. ഭൂരിപക്ഷ ആളുകളും അശ്രദ്ധയിലാണ്. വഇദാ മസ്സൽ ഇൻസാന ദുർറു ദഅാനാ ലിജംബിഹി. മനുഷ്യന് എന്തെങ്കിലും ആപത്ത് ബാധിച്ചാൽ കിടന്നിട്ട് അവൻ എന്നോട് പ്രാർത്ഥിക്കും. ഔ ഖായിദൻ ഔ ഖായിമ, ഇരുന്നിട്ടും നിന്നിട്ടും. അതായത് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അള്ളാഹിനോട് അള്ളാഹ് എനിക്ക് രോഗം വന്നിട്ടുണ്ട്, പ്രശ്നമുണ്ട്, ഇല്ലേ? പറയാറില്ല നമ്മൾ? ഫലമ്മ കശഫ്ന അൻഹു ദുർറഹു. അവൻ്റെ ആ ദുർറ് ഞാൻ മാറ്റിയാൽ മറ, അവൻ നടന്നു പോകും. കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ. ഇങ്ങനൊരു ആപത്ത് വന്നിട്ടുമില്ല, അവനൊട്ട് പ്രാർത്ഥിച്ചിട്ടുമില്ല. അതേപോലെ അങ്ങനൊരു ആപത്ത് വന്നിട്ടുമില്ല, എനിക്ക് അങ്ങനൊരു പ്രശ്നമേ വന്നിട്ടില്ല, ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുമില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നു. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. മുസ്രിഫീങ്ങൾക്ക് അവർ പ്രവർത്തിക്കുന്നത് ആ രൂപത്തിലാണ് അലങ്കൃതമാക്കപ്പെടുക. പ്രാർത്ഥനയുടെ രഹസ്യം ഇതാണ് നമ്മുടെ മർമ്മം. ഇത് മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. ഫിലോസഫി, പ്രാർത്ഥനയുടെ ഫിലോസഫി. എന്താണ് പ്രാർത്ഥന? എന്താ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്നത്? അത് തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. ഇവന് ദുഃഖിതനാണോ അതോ സന്തോഷവാനാണോ? ഇയാൾ ദുഃഖിതനാണോ സന്തോഷവാനാണോ? ആരാണ്? സന്തോഷമാണോ ദുഃഖാണോ? ദുഃഖല്ലേ? എന്തേ ദുഃഖപ്പെടാൻ കാരണം? ഇവനും ഇവൻ്റെ അമ്മയും ബീച്ചിൽ പോയി. അപ്പോൾ ഇവന് ഒരു ടോയ് കണ്ടു. ആ ടോയ് വേണമെന്ന് അമ്മയോട് വാശി പിടിച്ചു. അമ്മ പറഞ്ഞു തരൂലാന്ന്. അതിനാണ് അപ്പോൾ ആ ദുഃഖം, അതിനാണ് ആ കരച്ചിൽ. ഇനി ഇവന് വളരെ ഇഷ്ടപ്പെട്ട ആ ടോയ് ഒന്ന് കാണണ്ടേ? ഇതാണ് ആ ടോയ്. ഇതിന് വേണ്ടിയാണ് അവൻ കരഞ്ഞത്. ഇതാണ് അവൻ അമ്മയോട് ചോദിച്ചത്. എന്തേ അവൻ്റെ അമ്മ ഇത് കൊടുക്കാതിരുന്നത്? അമ്മക്ക് അറിയാവുന്നത് കൊണ്ടാണോ അറിവില്ലാത്തത് കൊണ്ടാണോ? അവനോട് സ്നേഹമുള്ളത് കൊണ്ടാണോ സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? സ്നേഹമില്ലെങ്കിൽ മോനെ എടുത്തോ മോനെ എന്ന് പറയില്ലേ അല്ലേ? ഉഗ്രവിഷമുള്ള കോറൽ ഫിഷല് അമ്മ എന്തുകൊണ്ട് നൽകിയില്ല? അമ്മക്കറിയാമായിരുന്നു, ഇത് കൊടുത്താൽ എൻ്റെ മോൻ നിമിഷ നേരങ്ങൾ കൊണ്ട് മരിച്ചു പോകും. അമ്മക്ക് സ്നേഹമുണ്ട്. സ്നേഹവും അറിവും ഒന്നിച്ചു വന്നു. സ്നേഹം മാത്രമുള്ളൂ അമ്മയ്ക്കെങ്കിൽ അമ്മ കൊടുക്കും, ഇല്ലേ? അറിവ് മാത്രമുള്ളൂ, സ്നേഹമില്ലെങ്കിൽ കൊടുക്കും, ഇല്ലേ? അറിവ് മാത്രമുള്ളൂ, അമ്മക്കറിയാം ഇവൻ അടിച്ചു പോകും ഇതോടുകൂടി. സ്നേഹമില്ല, അമ്മ കൊടുക്കും. ഇനി അറിവില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, അപ്പോഴും കൊടുക്കും. ഇത് രണ്ടും ഒന്നിച്ചു വന്നപ്പോൾ അമ്മ കൊടുത്തില്ല. സ്നേഹമുണ്ട്, അറിയുകയും ചെയ്യാം എന്താ സംഭവിക്കാന്നുള്ളത്. ഇവളോ ദുഃഖാണോ സന്തോഷമാണോ? ഇവളെ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ദുഃഖം വരും, ഇല്ലേ? ഇതും വിഷയം തന്നെയാണ്. ഇവൾക്കും ഇഷ്ടപ്പെട്ട ഒരു ടോയ് ഇവളമ്മ കൊടുത്തില്ല. ഇത് കടപ്പുറത്ത് നിന്നല്ല, വീട്ടിൽ നിന്ന് കൊടുത്തില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ടോയ് ഒന്ന് കാണണ്ടേ? ഇതാണ് ടോയ്. മറ്റേ ആദ്യം പറഞ്ഞത് ഒരു പക്ഷേ പല ആളുകളെടുത്തുണ്ടാവില്ല, കുറേ ആളുകളെടുത്തുണ്ടാവില്ല. പക്ഷേ ഇത് പല ആളുകളെടുത്തുണ്ടാവും, ഇല്ലേ? പക്ഷെ എന്തേ കൊടുക്കാത്തത്? എന്തായിരിക്കും ഇതുമായിട്ട് അവൾ കളിച്ചാൽ സംഭവിക്കുക? അപ്പോൾ അവൾക്ക് ന്യായം പറയാം, എന്താ എനിക്ക് കിട്ടാത്ത, എന്താ അവിടെ ഇയാൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അയാൾ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ നിൻ്റെ അമ്മക്കറിയാം, നിൻ്റെ അമ്മക്ക് നിന്നോട് സ്നേഹമുണ്ട്. ഇത് നേരെ അള്ളാഹുവിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാവിയായിട്ട് പോകും. അള്ളാഹ്ക്ക് എന്നോട് സ്നേഹമാണ്, അള്ളാഹ്ക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്. എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹ്ക്കറിയാം. എന്തിന്? ഞാൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി. എങ്ങനത്തെ ജോലി? ഉച്ച വരെ ഉള്ളത്, പിന്നെ കുറേ ശമ്പളം ഉള്ളത്, ഫാമിലിക്കല്ല അലവൻസ് ഉള്ളത്, അങ്ങനെ പലതും. ഞാനാണെങ്കിലോ ഖിയാമുല്ലയിലൊക്കെ എങ്ങനെ നമസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ,
അല്ല നിങ്ങൾക്കറിയില്ല, എനിക്കേ അറിയുള്ളൂ. അങ്ങനെ ഖിയാമുൽ ലൈൽ അങ്ങനെയൊക്കെ നമസ്കരിക്കുക. അപ്പോൾ അള്ളാഹ്ക്ക് സ്നേഹമാണല്ലോ കൂടുതൽ വേണ്ടത് എന്നോട്, എന്നിട്ടും തരുന്നില്ല. ഇതാണ് കാര്യം. അള്ളാഹ്ക്കറിയാം അള്ളാഹ്ക്ക് സ്നേഹമുണ്ട്. സ്നേഹമില്ല എന്ന് കരുതാ, അള്ളാഹുവിന് സ്നേഹമില്ല എന്ന് കരുതാ, ഉടനടി തരും. വല്ലാഹി ഉടനടി തരും. കാരണം അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന പറയാം. സൂറത്തുൽ ബഖറയിൽ 216-ാമത്തെ ആയത്തിൽ അള്ളാഹു താല വളരെ പച്ച വെളിച്ചം പോലെ അത് വ്യക്തമാക്കി തരികയാണ്. വഅസാ അൻ തക്റഹൂ ശൈആ, നിങ്ങളൊരു സംഗതി വെറുക്കും. എനിക്ക് വേണ്ടായിരുന്നു, അത് വേണ്ട, അത് വേണ്ട, അത് ശരിയാവില്ല എന്നൊക്കെ പറയും. വഹുവ ഖൈറുൻ ലക്കും, പക്ഷെ അതായിരിക്കും നിങ്ങൾക്ക് ഖൈർ. വഅസാ അൻ തുഹിബ്ബൂ ശൈആ, ഒരു സംഗതി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഇതെന്നേ മതി എന്ന് പറയും. വഹുവ ശർറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. എന്തേ കാരണം? വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അതാണ് രഹസ്യം. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ വെല്ലുവിളിക്കുകയാണ്, എനിക്ക് എന്ത് സംഭവിക്കുമെന്നറിയാം, നാളെ എന്ത് സംഭവിക്കുമെന്ന്, ഇത് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഊഹം വെച്ചിട്ടടിക്കുക എന്നല്ലാതെ സത്യത്തിൽ അയാൾക്കറിയോ? ഇല്ലല്ലോ. അപ്പോൾ വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അത് ഉത്തരം കിട്ടായികയല്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് അല്ല. നിങ്ങളോട് അള്ളാഹുവിന് സ്നേഹമാണ്. നിങ്ങൾക്ക് അത് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാം. അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ, ഒരൊറ്റ മുസ്ലിങ്ങളും, യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ, ബന്ധം മുറിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, അതേപോലെ തിന്മ കൊണ്ടുള്ള പ്രാർത്ഥനയല്ലാത്ത വേറെ എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ഒരു മുസ്ലിം പ്രാർത്ഥിച്ചാൽ, ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ, അല്ലാഹു തആല അതുകൊണ്ട് നൽകുക തന്നെ ചെയ്യും. ഇഹ്ദാ സലാസ്, മൂന്നിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും നൽകും. ഇമ്മാ അൻ തുഅജ്ജില ലഹു ദഅവതുഹു, നേരം വെളുക്കുമ്പത്തിനും അതുണ്ടാവും. നേരം വെളുക്കുമ്പത്തിനും ഒന്നുകിൽ ആ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മൾ കാണും, അല്ലെങ്കിലോ വ ഇമ്മാ അൻ യദ്ഖിറഹാ ഫിൽ ആഖിറ, അല്ലെങ്കിലോ അത് പരലോകത്ത് ഒരു മുതൽക്കൂട്ടായിട്ട് കിട്ടും. ആ പ്രാർത്ഥിച്ചതിന് എന്തായാലും പ്രതിഫലമുണ്ട്. അതല്ലാതെ പ്രാർത്ഥിച്ചതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് പ്രതിഫലം പരലോകത്ത്, ഉത്തരം കിട്ടാത്തത് കൊണ്ട് പ്രതിഫലം പരലോകത്ത് നിന്ന് കിട്ടും. അതിങ്ങനെ യദ്ഖിറു, പരലോകത്ത് വലിയൊരു മുദ്ദഖിറായിട്ടുണ്ടാവുന്നു, വലിയൊരു സ്വത്തായിട്ടുണ്ടാവും. പ്രാർത്ഥിച്ചതിന് എന്തായാലും പ്രതിഫലമുണ്ട്, അത് വേറെ. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിനുള്ള പ്രതിഫലം അവിടെ ഉണ്ടാവുന്നു. അതേപോലെ വ ഇമ്മാ അൻ യകുഫ അൻഹു മിനസ്സൂഇ ബിമിസ്ലിഹാ, അതേ നാണയത്തിലുള്ള വേറൊരു ദ്രോഹം അത് അല്ലാഹു തആല മാറ്റിക്കളഞ്ഞിട്ടുണ്ടാവും, വരാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഞാൻ അശ്രദ്ധനായിട്ടാണ് നടന്നത്. എൻ്റെ അശ്രദ്ധ കൊണ്ടേ സംഭവിക്കൂ എനിക്ക് ഉപദ്രവങ്ങൾ. അത് ഖദാ-ഖദറിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്നൊരു സംഗതിയാണ്. ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എങ്കിൽ അത് മുഴുവനും കാരണം ഞാനാണ്, നിങ്ങളാണ്. നിങ്ങൾക്ക് ഉപദ്രവം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളാണ്. അങ്ങനെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ എന്തോ ഒന്ന് കണ്ടു, പെട്ടെന്ന് അങ്ങോട്ട് ഓടാൻ വേണ്ടി കടക്കാൻ പോവുകയാണ്. കടക്കുമ്പോൾ ഒരു വണ്ടി വന്നിട്ട് എന്തായാലും ഇടിക്കുമല്ലോ, വണ്ടി വരുന്നുണ്ടെങ്കിൽ. അങ്ങനെ വണ്ടി വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്, ഇടിക്കുമായിരുന്നു, അങ്ങനെയാണ് ഉള്ളത്. പക്ഷേ അതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ എനിക്ക് ജോലിയിൽ കയറ്റം കിട്ടണമേ, അല്ലെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കണമേ എന്ന്. പക്ഷേ കുഞ്ഞ് ജനിച്ചാൽ എനിക്ക് അപകടമാണ്, ജോലിയിൽ കയറ്റം കിട്ടിയാൽ അപകടമാണെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അല്ലാഹു തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല. പകരം എന്ത് ചെയ്തു? ഞാൻ റോഡ് മുറിച്ച് കിടക്കുകയാണ്, നോക്കാതെ റോഡ് മുറിച്ച് കിടക്കണം. ഒരു വണ്ടി ലിമിറ്റഡ് സ്റ്റോപ്പ് വളരെ സ്പീഡിൽ വന്നു, അയാൾ ബ്രേക്ക് ചെയ്യും, എൻ്റെ മേത്തിടിക്കൂല. അതാണ് ആ പറഞ്ഞത്, സൂ എന്നിൽ നിന്ന് തടയുമെന്ന്. ആ പ്രാർത്ഥന അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ചതഞ്ഞരിഞ്ഞ് പോകും ഞാൻ. നമ്മളറിയാത്ത എത്രയോ ഉപദ്രവങ്ങൾ നമ്മളിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട്. നമ്മളുടെ അനുഭവത്തിൽ തന്നെ ഇല്ലേ പല ഉപദ്രവങ്ങളും. വണ്ടിയിൽ നിന്ന് പെട്ടെന്നൊരു ഉറക്കം വന്നിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയതാണ്. എനിച്ചപ്പോഴത്തേനും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലേ ചില ആളുകൾക്ക്? അങ്ങനെ ഉണ്ടായിട്ടുള്ളവരോ പല ആളുകളും ഉറങ്ങിപ്പോയിട്ട്. ആ ഉറങ്ങിപ്പോയത് ഇടിക്കാതിരുന്നതിൻ്റെ കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിരിക്കും.
സ്വഹീഹായ ഹദീസ്. എന്നാലും നമ്മുടെ മനസ്സിലുണ്ടാകും എന്ത്? പക്ഷേ ചില നല്ലവരല്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ മുവഹിദുകൾ താടി വെച്ച് അങ്ങനെ വെച്ച് ഇതൊക്കെ ആക്കിയിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പക്ഷേ അപ്പുറത്തെ ആൾ നോക്ക്, അവൻ കാഫിർ. അവന് നടക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുകയാണ്. അള്ളാഹിനെ കളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയൊക്കെ അയാൾ കളിയാക്കിയിട്ട് നടക്കുകയാണ്. എന്നിട്ടും അയാൾക്ക് മെഴ്സിഡസ് ബെൻസ്, അയാൾക്ക് ഇത്, അയാളുടെ ബിസിനസ് ദിനം പ്രതി മുന്നോട്ട് പോകുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്താണത്? മനസ്സിനൊരു സമാധാനം കിട്ടണില്ലല്ലോ. അല്ലാഹു തആല പറയാണ്, ഫലാ തുഅജിബുക അംവാലുഹും, അവരുടെ സമ്പത്ത് നിന്നെ അത്ഭുതപ്പെടുത്തരുത് കേട്ടോ. വലാ ഔലാദുഹും, അവരുടെ സന്താനങ്ങളും. ഭയങ്കര അടിപൊളി മക്കളൊക്കെ ഉണ്ടാവും. സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് പഠിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല മക്കളൊക്കെ ഉണ്ടാവും. ഇന്നമാ യുരീദുല്ലാഹ്, അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്. എന്താണ്? ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോക ജീവിതത്തിൽ അതിലൂടെ അവരെ ശിക്ഷിക്കാൻ. അതേ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതേ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. വതസ്ഹഖ അൻഫുസുഹും, അവരുടെ മനസ്സ് പിളർന്നു പോകാൻ. വഹും കാഫിറൂൻ, അവർ കാഫിരീങ്ങളായിക്കൊണ്ട് മനസ്സ് പിടഞ്ഞു പോകും. അതാണ് അല്ലാഹു തആല അവർക്ക് നൽകിയതിൻ്റെ ഉദ്ദേശം. പേടിക്കണ്ട. ഇനി അവരോട്, ഇത് നമ്മളോടാണ്, ഇത് സമാധാനമാണ്. ഇനി അവരോട് അല്ലാഹു തആല പറയാണ്, വലാ യഹ്സബന്നല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അന്നമാ നുംലീ ലഹും, ഞാൻ അവരെ വെറുതെ വിട്ടിരിക്കുന്നത്. ഖൈറൻ ലി അൻഫുസിഹിം, അവർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതരുത്. ഇന്നമാ നുംലീ ലഹും, അവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ലിയസ്ദാദൂ ഇസ്മ, അവർ ചെയ്യട്ടെ, ഇനിയും തിന്മകൾ ചെയ്യട്ടെ. എന്തേ? വലഹും അദാബും മുഹീൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെ രഹസ്യം. അതിനാൽ ഒരു സലഫു സാലിഹായ, ഒരു സച്ചരിതനായ ഒരു നമ്മുടെ മുൻഗാമി പറയുകയുണ്ടായി, ഇദാ അഅ്താനില്ലാഹു ഫരിഹ്തു മറ, ഞാൻ ചോദിച്ചു അള്ളാഹുവിനോട്, അള്ളാഹുവേ എനിക്ക് തരണമേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അത് ചോദിച്ചത് അല്ലാഹു തആല എനിക്ക് നൽകിയാൽ ഫരിഹ്തു, ഞാൻ സന്തോഷിക്കും. മറ, ഒരു പ്രാവശ്യം ഞാൻ സന്തോഷിക്കും, ചോദിച്ചത് എനിക്ക് തന്നല്ലോ എന്ന്. വഇദാ ലം യുഅ്തീനില്ല, ഞാൻ ആ ചോദിച്ചത് എൻ്റെ റബ്ബ് എനിക്ക് തന്നില്ല എങ്കിൽ ഫരിഹ്തു അശറ മറാത്ത്, ഞാൻ 10 തവണ സന്തോഷിക്കും അള്ളാഹ് എനിക്ക് നൽകിയില്ലെങ്കിൽ. ഇനി മുതൽ നമ്മൾക്ക് അങ്ങനെ ആയിരിക്കണം. ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു തആല എനിക്ക് നൽകിയാൽ ഞാൻ 1 തവണ സന്തോഷിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അല്ലാഹു തആല നൽകിയില്ലെങ്കിൽ 10 തവണ ഞാൻ സന്തോഷിക്കും. എന്തേ കാരണം? ലി അന്നൽ അവൽ, ഒന്നാമത്തേത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ, ആ പ്രാർത്ഥന ഉത്തരം കിട്ടിയല്ലോ, ആ പ്രാർത്ഥിച്ച് നേടിയ ആ സാധനം ഇഖ്തിയാരി, എൻ്റെ സെലക്ഷനായിരുന്നു, എനിക്കത് വേണം എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സെലക്ട് ചെയ്തതായിരുന്നു അല്ലേ. വസാനി, രണ്ടാമത്തേതോ, എനിക്ക് തരാതിരുന്നതോ ഇഖ്തിയാറുല്ലാ, അത് അള്ളാഹുവിൻ്റെ ഇഖ്തിയാറാണ്. അബ്ദുൽ ഗഫൂറെ നിനക്കത് വേണ്ട എന്ന് അള്ളാഹുവിൻ്റെ സെലക്ഷനാണ്. അതിന് ഞാൻ സന്തോഷിക്കണോ ദുഃഖിക്കണോ? 100 വട്ടം സന്തോഷിക്കണ്ടേ? അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇതുകൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിൻ്റെ വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥനകളൊക്കെ അടങ്ങിയത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച കിട്ടും. അതേപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള ദുആകൾ ഇത് കഴിഞ്ഞിട്ട് വിശദീകരിക്കാനുണ്ടായിരുന്നു, സമയമില്ല. നമ്മുടെ ഇനി 2 ക്ലാസ്സുകൾ കൂടി ബാക്കിയുണ്ട്. അതിലേതെങ്കിലും ഒരു ക്ലാസ്സിന് സമയം കിട്ടുകയാണെങ്കിൽ വിശദീകരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ വിശദീകരിക്കും. 2ാം ഭാഗത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്വർഗീയ അനുഭൂതികളെക്കുറിച്ചുള്ളത്. അതായത് എന്താണ് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള അനുഭൂതികൾ എന്ന്. ഒരൊറ്റ ഉദാഹരണം പറയാലോ. നമ്മുടെ സഹോദരിമാരായ സ്ത്രീകൾ, ഇവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് CD-യിലൂടെ കേൾക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും അല്ലാഹു തആല സ്വർഗത്തിൽ ഹൂറുൽ ലൈനുകളെ ഭയങ്കര സന്തോഷമാണ്. ഹൂറുൽ ലൈനിൻ്റെ ഒരു തട്ടത്തിൻ്റെ ഒരു മൂല
ഭൂമിയിലേക്ക് ആ ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ, ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ ആകാശത്ത് നിന്ന് നോക്കിയാൽ, എത്തി നോക്കിയാൽ അവരുടെ മുഖത്തു നിന്നുള്ള പ്രകാശം ഈ ഭൂമി മുഴുവൻ പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ആ തട്ടമുണ്ടല്ലോ, ആ തട്ടം, അവരുടെ തലയിൽ കാണുന്ന തട്ടം, ആ തട്ടം ഈ ലോകവും ഈ ലോകത്തുള്ളതിനേക്കാൾ മുഴുവൻ ഏറ്റവും ഹൈറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും അവരുടെ സൗന്ദര്യം? എൻ്റെ സൗന്ദര്യത്തിൽ കൊണ്ട് നിങ്ങളുടെ മുഖത്തേക്ക് പ്രകാശം വരുന്നുണ്ടോ? ഈ ലോകത്തുള്ള ഏറ്റവും സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ കൊണ്ട് പ്രകാശം വരുമോ? ഇല്ല. പ്രകാശം, ആ പെണ്ണ് റോട്ടിക്കട നടക്കുമ്പോൾ അങ്ങനെ ലൈറ്റ് വരുമോ? ഇല്ലല്ലോ. എന്നാൽ സ്വർഗത്തിലെ ഹൂറുൽ ഐൻ മേലേന്ന് നോക്കിയാൽ അവിടെ നിന്ന് ഭൂമി വരെയുള്ള സ്ഥലം മുഴുവൻ പ്രകാശം വരുമെങ്കിൽ എന്തായിരിക്കും സൗന്ദര്യം? എന്തായിരിക്കും? അല്ലാ, അതൊരു സൗന്ദര്യമാണ്. എന്നാൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക, ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ അവർക്ക് അവരെക്കാൾ സൗന്ദര്യമാണ്, അവർക്ക് ഈ ഹൂറുൽ ഐനുകളേക്കാൾ സൗന്ദര്യമാണ്. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ഭാഗത്ത് വിശദീകരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ, വൈകുന്നേരം രാവിലെയുള്ള പ്രാർത്ഥനകൾ സമയമുണ്ടെങ്കിൽ ഇതിൽ പറയും, അല്ലെങ്കിൽ ആ രണ്ടാം ഭാഗത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന അതേ ഗൗരവത്തോടു കൂടി ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. എന്ത്? ഈ പ്രാർത്ഥന. എന്താണത്? എന്തെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ മനസ്സിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് ടെൻഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടുന്ന ഘട്ടമെത്തിയാൽ ഫൽയർക റകഅത്തൈൻ, 2 റകഅത്ത് നമസ്കരിക്കട്ടെ. എന്നിട്ടോ മിൻ ഗൈരിൽ ഫരീദ, സുന്നത്തായിട്ട് സുമ്മൽ യകുൽ, എന്നിട്ട് ആ നമസ്കരിച്ചതിന് ശേഷം പറയട്ടെ. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ രഹസ്യം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്തഖീറുക, ഞാൻ നിന്നോട് നല്ലത് ഏതാണ് എന്ന് ചോദിക്കുന്നു, നല്ലതേതാണെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അസ്തഖ്ദിറുക ബി ഖുദ്റതിക്, നിൻ്റെ കഴിവ് കൊണ്ട് കഴിവിനെ ഞാൻ ചോദിക്കുന്നു. വ അസ്അലുക, നിന്നോട് ചോദിക്കുന്നു. മിൻ ഫദ്ലിക്കൽ അദീം, നിൻ്റെ മഹത്തായ ഫദ്ൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫ ഇന്നക തഖ്ദിർ, കാരണം നിനക്കേ കഴിയൂ, നിനക്ക് കഴിയും. വലാ അഖ്ദിർ, എനിക്ക് കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ ഈ ടവലെടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ എനിക്ക് കഴിയില്ല, അത് അള്ളാഹുവിനെ കഴിയൂ. വ തഅലം, നിനക്കറിയാം. വലാ അഅലം, എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അടുത്ത നിമിഷം ഇപ്പം 8:45, 9 മണിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കെങ്കിലും അറിയോ? ഇല്ല. വലാ അഅലം, എനിക്കറിയില്ല റബ്ബേ. ഈ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല റബ്ബേ. ഈ ജോലി സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല റബ്ബേ. നിനക്കറിയാം. ഏതെങ്കിലും ആൾക്ക് അറിയാം. അതാർക്കറിയാം? അള്ളാഹുവിനറിയാം. ഞാൻ ഇന്നത് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? റബ്ബേ, നിനക്കറിയാം. വ അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞതും അറിയുന്നവനാണ്. ആർക്ക് മറഞ്ഞത്? നമുക്ക് മറഞ്ഞത് മുഴുവൻ അറിയുന്നവനാണ് റബ്ബേ നീ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുൻത തഅലം, നിൻ്റെ അറിവിലുണ്ട് എന്ന് കരുതുക. എന്ത്? അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബതി അംരി, എൻ്റെ ദുനിയവിയായ ജീവിതത്തിൽ, എൻ്റെ ഉപജീവനത്തിൽ, അതേപോലെ എൻ്റെ ദീനി ജീവിതത്തിൽ, അതേപോലെ എല്ലാം കഴിഞ്ഞ പര്യവസാനം, ഏറ്റവും ലാസ്റ്റ് എന്താണ് പര്യവസാനം? അതിലൊക്കെ ഈ സാധനം ഖൈറാണ് എങ്കിൽ റബ്ബേ ഫഖ്ദുറുഹുലി, എനിക്കത് വിധിക്കണമേ, അതെനിക്ക് തരയണമേ റബ്ബേ. വയസ്സിറുഹുലി, അതിലേക്ക് എളുപ്പമാക്കി തരയണമേ റബ്ബേ. സുമ്മ ബാരിക് ലീ ഫീഹി, അതിലെനിക്ക് ബർക്കത്ത് നൽകണമേ. വ ഇൻ കുൻത തഅലം, റബ്ബേ, നിനക്കറിയാം എന്ന് കരുതുക. നീ അറിയുന്നത് എങ്ങനെയാണെങ്കിൽ അന്ന ഹാദൽ അംറ ശർറുൻ ലീ അന്ന ഹാദൽ അംറ ഷർറുൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബതി അംരി, എൻ്റെ ദീനിയിൽ, എൻ്റെ ഇഹലോക ജീവിതത്തിൽ, കാര്യങ്ങളിലൊക്കെ പര്യവസാനത്തിൽ ഇത് ഷർറാണ് എങ്കിൽ റബ്ബേ ഫസ്റുഫുഹു അന്നി, എന്നിൽ നിന്ന് അതിനെ തടയണമേ. അത് ജോലിയായാലും ശരി, ഭാര്യയായാലും ശരി,
കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായാലും ശരി, എന്തായാലും ശരി, ഖൈറാണ് ഷെറാണ് എങ്കിൽ എന്നിൽ നിന്ന് തടയണമേ. വസ്റുഫ്നി അൻഹു, എന്നെ അതിൽ നിന്നും തടയണമേ. എന്നിൽ നിന്നും എന്നെ അതിൽ നിന്നും തടയണമേ. വഖ്ദുർലി അൽ ഖൈറ ഹൈസു ഖാൻ, എവിടെയാണോ ഖൈർ അതെനിക്ക് നീ വിധിച്ചു തരണമേ. സുമ്മ അർലിനി, പിന്നെ എന്നെ അതിൽ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന. ഇതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലുള്ള നമ്മുടെ വിശ്വാസം. അതായത് നാം പ്രാർത്ഥിക്കുന്ന സംഗതികൾ നമുക്ക് ഖൈറായി കൊള്ളണം എന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന മര്യാദകളാണ് നമ്മൾ പറഞ്ഞത്. ആ പ്രാർത്ഥനയുടെ മര്യാദകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ വല്ലാഹി അല്ലാഹു തആല അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും, ഖൈറാണ് എങ്കിൽ. ഖൈറല്ല എങ്കിൽ അല്ലാഹു തആല അത് തൽക്കാലം മാറ്റിവെക്കും. അത് ഉറപ്പായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പരലോകത്ത് നമുക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടത് നൽകിയില്ല. ഇപ്പോൾ ഈ സിഫത്തുകളൊക്കെ ഒപ്പിച്ചിട്ട് ഇപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ ഈ ഖൈറും ഷെറും നോക്കിയിട്ടാവില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, ഒറിജിനൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, പൊന്തിപ്പോയിട്ടില്ല മേലേക്ക്. അത് പൊന്തിപ്പോയതിന് ശേഷം എന്നിട്ടും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ അത് ഖൈറായിരിക്കില്ലേ എന്ന് കരുതരുത്. നമ്മൾ ഒറിജിനൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ വല്ലാഹി ഉറപ്പാണ് ഇന്നല്ലാഹ ലാ യസ്ലിമു, അല്ലാഹു തആല അക്രമം കാണിക്കുകയില്ല. ഒരു അണുമണി ഒരു ആറ്റത്തിൻ്റെ അത്ര പോലും അല്ലാഹു തആല അക്രമം കാണിക്കുകയില്ല എന്നർത്ഥം. അള്ളാഹുവിന് ഈ മനുഷ്യന്മാരോട്, ഈ ലോകത്തുള്ള ഒരൊറ്റ മനുഷ്യന്മാരോടും അക്രമം, അനീതി അല്ലാഹു തആല പ്രവർത്തിക്കില്ല. അതിനാൽ തിരിച്ചറിയുക, അള്ളാഹുവിനെ തിരിച്ചറിയുക, അവനിലേക്ക് മടങ്ങുക. പ്രാർത്ഥനകൾ മുഴുവൻ ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാവുക. ഉറപ്പായിട്ടും അല്ലാഹു തആല അതിന് ഉത്തരം നൽകും. ഉത്തരം നൽകുന്നില്ല എങ്കിൽ, ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് ഖൈറല്ല എന്ന് തിരിച്ചറിയുക. അല്ലാഹു തആല അവനെ തിരിച്ചറിഞ്ഞ് അവനോട് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ, മുഖ്ബിതീങ്ങളിൽ, മുതവക്കിലീങ്ങളിൽ അല്ലാഹു തആല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയുൽ ഹാജാത്ത്. ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ് സുഹൃത്തുക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു മാത്രമേ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാൻ പാടൂ. അല്ലാഹ് മാത്രം, വേറൊരു ചിന്ത. അതാണ് നമ്മൾ പറഞ്ഞത്, മിൻ ദുആഇ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ ഒരു ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പം പ്രാർത്ഥിച്ചത് പോലും എങ്ങനെയായിരുന്നു? അല്ലാഹ് മാത്രമേ ഹൃദയത്തിലുണ്ടാകുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹ് മാത്രം, എന്ത് ചോദിക്കുമ്പോഴും അല്ലാഹ് മാത്രം, വേറൊരു ചിന്ത അതിൻ്റെ ഇടയിൽ കടന്നു വരാൻ പാടില്ല. അതിനാൽ ഇനി മുതലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ആ രൂപത്തിലേക്ക് ആക്കുക. ഉറപ്പായിട്ടും അതിന് ഉത്തരം നമ്മൾ കാണുക തന്നെ ചെയ്യും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.